കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു. അവരുടെ 3 ഘട്ടങ്ങളെക്കുറിച്ചും പിന്നെ എങ്ങനെയാണ് ആ ഒരു സ്ഥലം കണ്ടെത്തിയത് എന്നതും പിന്നെ അവിടുത്തെ ആ ഒരു ജനത അവരുടെ സവിശേഷതകൾ എന്താണെന്നും അതായത് അവരുടെ വീടുകൾ എങ്ങനെയാണെന്നും കുളിപ്പുരകൾ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ അവരുടെ ടൗൺ പ്ലാനിങ് ഏത് വിധത്തിലായിരുന്നു എന്നും എല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള കലകളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും ആഭരണ നിർമ്മാണത്തെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെസോപ്പൊട്ടേമിയയുമായി ഹാരപ്പയ്ക്കുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെങ്ങനെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന് പതനം അല്ലെങ്കിൽ അവരില്ലാതെയായി പോയത് നാശം സംഭവിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ക്രീറ്റ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഹാരപ്പൻ സാധനങ്ങൾക്ക് വളരെ നല്ല മാർക്കറ്റുള്ള സാധനങ്ങളായിരുന്നു. കാരണം അതിന് നമുക്ക് തെളിവുകളായിട്ട് കിട്ടിയിട്ടുള്ള ഹാരപ്പൻ സംസ്കാരത്തിൻ്റേതായിട്ടുള്ള മുദ്രകളാണ്, അതായത് സീലുകളാണ്. ഹാരപ്പൻ വ്യാപാരത്തിലെ മുഖ്യ പങ്കാളിയും ഹാരപ്പൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താവുകളും എല്ലാം മെസപ്പൊട്ടേമിയയിലായിരുന്നു. സൂസ, ഉർ, കിഷ്, ലഗോഷ് തുടങ്ങിയ മെസപ്പൊട്ടേമിയ നഗരങ്ങളിൽ നിന്നും ഏകദേശം 2 ഡസൻ ഹാരപ്പൻ മുദ്രകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം ഇത്തരം മുദ്രകൾ പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളായ ഫൈൽക്ക, ബഹറിൻ എന്നീ സൈറ്റുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയോട് കൂടിയ ഈ സീല് മെസപ്പൊട്ടേമിയൻ നഗരമായ നിപ്പൂറിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യാപാര ബന്ധത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. കാരണം മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ക്രീറ്റ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഹാരപ്പൻ സാധനങ്ങൾക്ക് വളരെ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നതെന്നും അവിടെ നിന്നും അതെല്ലാം കാര്യങ്ങളും ശരിവെക്കുന്ന രീതിയിലുള്ള മുദ്രകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൂടാതെ മെസപ്പൊട്ടേമിയക്കാർക്കായിരുന്നു കൂടുതലും ഇവരുടെ ഹാരപ്പൻ സംസ്കാരത്തിലുള്ള അല്ലെങ്കിൽ ഹാരപ്പൻ വ്യാപാര ബന്ധവുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ടുണ്ടായിരുന്ന അവരാണെന്നും അതേപോലെ തന്നെ സൂസ, ഉർ, കിഷ്, ലഗാഷ് തുടങ്ങിയ മെസപ്പൊട്ടേമിയ നഗരങ്ങളിൽ നിന്നും ഏകദേശം 2 ഡസൻ ഹാരപ്പൻ മുദ്രകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ മുദ്രകളെല്ലാം പേർഷ്യ അല്ലെങ്കിൽ ഗൾഫ് പ്രദേശങ്ങളായ ഫൈൽക്ക, ബഹറിൻ എന്നീ സൈറ്റുകളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പൻ ലിപിയോട് കൂടിയ ഈ സീല് മെസപ്പൊട്ടേമിയ നഗരമായ നിപ്പൂരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. ഈ സീരിൽ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ കൊമ്പുള്ള കുതിര എന്നല്ലേ നമ്മൾ കഥകളിലൊക്കെ വായിക്കുന്ന യൂണിക്കോണിൻ്റെ ചിത്രവും ഈ ഒരു മുദ്രയിൽ ഈ ഒരു സീലിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഉർ എന്ന് പറയുന്ന സ്ഥലത്തെ കച്ചവടക്കാർ മെഹുലയുമായി വ്യാപാരബന്ധം നടത്തിയതിൻ്റെ സൂചനകളെല്ലാം മെസോപ്പൊട്ടേമിയൻ സാഹിത്യ കൃതികളിലെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഈ മെഹുല എന്ന് പറയുന്നത് ഹാരപ്പൻ തീരപ്രദേശത്തുള്ള ഒരു പട്ടണമാണ്. മെഹുലയിൽ നിന്നും വരുന്ന പലതരം മര ഉരുപ്പടികളെ കുറിച്ചിട്ടും മെസോപ്പൊട്ടേമിയൻ കളിമൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫലകങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തെക്കൻ മെസോപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ച് വന്ന മറ്റൊരു വ്യാപാര വസ്തുവാണ് ആനക്കൊമ്പ്. ഇതെല്ലാം നമ്മുടെ ഹാരപ്പൻ നാഗരികതയിൽ അല്ലെങ്കിൽ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മെസോപ്പൊട്ടേമിയയിലും കൂടുതലായിട്ട് വിറ്റ് പോന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് ഇല്ലാതായത് എന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് അടുത്തത് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അവശേഷിപ്പുകൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഓരോ കാൽക്കുലേഷനിൽ എത്തുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയേണ്ടത് വർഷപാതത്തിൽ വന്ന മഴയുടെ കുറവ് സിന്ധു പ്രദേശത്തെ ഒരു മരുഭൂമിയാക്കി മാറ്റി. കാലാവസ്ഥയിൽ വന്ന ഈ മാറ്റം മൂലം ജനങ്ങൾക്ക് നാടുവിടേണ്ടി വന്നതാണെന്നാണ് ഒരു കാരണം പറയുന്നത്. പിന്നീട് ഒന്ന് പറയുന്നത് സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായ ഗതിമാറ്റം മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടുത്തി. ഇതുമൂലം ജനങ്ങൾക്ക് അവിടെ വാസയോഗ്യമല്ലാണ്ടായി. അങ്ങനെ അവർ ആ ഭാഗത്തു നിന്നും വിട്ടുപോയി എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൂടാതെ ആര്യന്മാരുടെ ആക്രമണം മൂലമായിരിക്കാം ഇവരെല്ലാം ഇല്ലാതെയായത് എന്നും ഭൂകമ്പമോ മറ്റു കൊടുങ്കാറ്റോ കാരണം നഗരങ്ങളാകെ നശിച്ചതാകാമെന്നും എല്ലാം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു സ്ഥിരതയുള്ള ഒരു ആൻസർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാം ഊഹങ്ങളാണ് അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ ഊഹങ്ങളാണ് ഇതെല്ലാം. ചിലപ്പോൾ ഭൂകമ്പമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ വന്നിട്ടാകാം അവരെല്ലാം ഇല്ലാതായത് എന്ന്, അല്ലെങ്കിൽ ആര്യന്മാരുടെ ആക്രമണങ്ങൾ കൊണ്ട് അവരെല്ലാം നാമാവശേഷമായതായിരിക്കാം എന്നും, അല്ലെങ്കിൽ സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായ ഗതിമാറ്റം കൊണ്ട് മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടുകയും അങ്ങനെ അവിടെ കൃഷിയോഗ്യമല്ലാതെ അല്ലെങ്കിൽ വാസയോഗ്യമല്ലാതെ മാറിയതിൻ്റെ പേരിൽ അവിടെ നിന്നും എല്ലാവരും പല സ്ഥലങ്ങളിലേക്കായിട്ട് പലായനം ചെയ്യപ്പെട്ടതായിരിക്കാം എന്നും, അല്ലെങ്കിൽ മഴയുടെ കുറവ് കൊണ്ട് സിന്ധു നദിയുടെ പ്രദേശത്ത് താമസിക്കുന്ന ആ ഒരു ഭാഗം മരുഭൂമിയായി മാറിയിട്ടുണ്ടാകാമെന്നും, ഇങ്ങനെ കാലാവസ്ഥയുടെ ഗതിമാറ്റം കൊണ്ട് ചിലപ്പോൾ അവിടെയുള്ളവരെല്ലാം അവിടെ നിന്നും വിട്ടുമാറിയതായിരിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരെങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എന്താണ്, അവരുടെ വിനോദങ്ങൾ എന്താണ്, അവരുടെ ആയുധങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതികളിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് മൃഗപരിപാലനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കിയാലോ ഒന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറേ സവിശേഷതകൾ, അതായത് അവരുടെ സോഷ്യൽ ലൈഫുമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ സവിശേഷതകൾ നമുക്ക് പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ ഭക്ഷണം. അവരെങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നതെന്ന് പറയട്ടെ. ഗോതമ്പ്, തിന, പഴം, പച്ചക്കറികൾ, മത്സ്യമാംസാദികൾ എന്നിവയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. സിന്ധു, പഞ്ചാബ് ഭാഗങ്ങളിലുള്ള ഹാരപ്പക്കാരുടെ പ്രധാന ഭക്ഷണം ഗോതമ്പും അതേപോലെ തന്നെ ബാർലിയുമായിരുന്നു. ബാർലി എന്ന് പറയുന്നത് വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. അത് ഇപ്പോൾ നമ്മുടെ ഇടങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് ബാർലിയും ഗോതമ്പും ചോളവും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗുജറാത്ത്, രംഗ്പൂർ എന്നീ പ്രദേശങ്ങളിലെ ഹാരപ്പക്കാരുടെ പ്രധാന ഭക്ഷണം അരിയും തിനയുമായിരുന്നു. തിന എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന എങ്ങനെയാണ്, ചെറിയ കുരുവികൾ അല്ലെങ്കിൽ കിളികൾ കഴിക്കുന്നതായിട്ടാണ് നമുക്കറിയുന്നത്. പക്ഷേ അതും ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള നമ്മുടെ അരിഭക്ഷണം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു ഹാരപ്പക്കാരുടെ തിന എന്ന് പറയുന്നത്. വീടുകളിൽ നിന്നും വഴികളിൽ നിന്നും തെരുവുകളിൽ നിന്നും ലഭിച്ച
പകുതി വെന്ത മൃഗങ്ങളുടെ എല്ലുകളും അവർ സസ്യേതര ആഹാരമായി കഴിച്ചിരുന്നതായിട്ട് നമുക്ക് വ്യക്തമാകുന്നു. അതായത് ഇതെല്ലാം അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അവർ അതായത് വെറും ഒരു മാംസം അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രമായിരുന്നില്ല, അവർ മാംസവും കഴിക്കുമായിരുന്നു. മത്സ്യമാംസാദികളും അല്ലെങ്കിൽ മൃഗങ്ങളുടെ എല്ലുകളും എല്ലാം അവർ ഭക്ഷണ പാകം ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ തുണി അരയിൽ ചുറ്റി ഒരറ്റം ഇടത് തോളിലിട്ട് വലത് കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരികയാണ് ഹാരപ്പൻകാർ ചെയ്തിരുന്നത്. പരുത്തി തുണിയും കമ്പിളി തുണിയും ഉപയോഗിച്ചായിരുന്നു, കൂടാതെ സൂചിയും നൂലും എല്ലാം ഉപയോഗിച്ചാണ് അവർ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചിരുന്നത്. എങ്ങനെയാണ്? തുണി അരിയിൽ ചുറ്റി ഒരറ്റം ഇടത് തോളിൽ ഇട്ട് വലതു കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരികയാണ് ഹാരപ്പൻകാരുടെ വസ്ത്രധാരണ രീതി. അവരുടേതായിട്ടുള്ള ഫാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആഭരണങ്ങൾ ധരിക്കുമായിരുന്നു. അവർക്ക് നീണ്ട തലമുടി ഉണ്ടായിരുന്നു. താടി വളർത്തുന്നത് ഒരു ഫാഷനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ എങ്കിലും അവരുടെ മീശ വടിച്ചു കളയുമായിരുന്നു. അപ്പോൾ താടിക്ക് ഒരു ഇമ്പോർട്ടൻസ് നൽകി, പക്ഷേ മീശ അധികം വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വിനോദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ കാളപ്പോര്, ചൂതാട്ടം എന്നിവയെല്ലാമാണ് അവരുടെ വിനോദങ്ങൾ. കുട്ടികൾ കളിമണ്ണ് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നൃത്തം, സംഗീതം എന്നിവയും ഒക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള വിനോദങ്ങൾ. പിന്നെ ആയുധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഹാരപ്പൻ ജനത എന്ന് പറയുന്ന ഒരു സമാധാന പ്രിയരായിരുന്നു. അതുകൊണ്ട് തന്നെ മഴു, കുന്തം, വില്ല് എന്നിവ മാത്രമായിരുന്നു അവരുടെ മുഖ്യ യുദ്ധോപകരണങ്ങൾ. കാരണം അവരെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് എതിർക്കാൻ പാകത്തിനുള്ള ആയുധങ്ങൾ മഴു, കുന്തം, വില്ല് ഇതൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങളായിട്ട് കാണാനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർ മൃഗപരിപാലനം ഹാരപ്പൻകാരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു. ആട്, ചെമ്മരിയാട്, പശു തുടങ്ങിയവയെല്ലാം ഇണക്കി വളർത്തിയിരുന്നു. ഭാരം വഹിക്കുന്ന മൃഗങ്ങളായ കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ വളർത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൽ കുതിര സാധാരണമായിരുന്നില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിലായിരുന്നു, അതായത് കൃഷി എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നും അതേപോലെ തന്നെ മൃഗപരിപാലനങ്ങളെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അവരെന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നും ഒക്കെയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം കൃഷിയെക്കുറിച്ച് പറയാം. അവരുടെ പ്രധാന കൃഷികളായിരുന്നു ഗോതമ്പ്, ബാർലി, തെന, എള്ള്, പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ എന്നിവയെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പരുത്തി കൃഷി ഹാരപ്പയിലും മോഹൻജദാരോയിലുമായിരുന്നു. വിളകൾ ഇടകലർത്തിയുള്ള കൃഷി രീതിയായിരുന്നു ഇവരുടേത്. കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ തെളിവുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമായിട്ടുള്ളതായിരുന്നു. സിന്ധു നദി ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനം അവിടെ. അതായത് സിന്ധു നദിയിൽ നിന്ന് വരുന്ന എക്കൽ മണ്ണായിരുന്നു അവിടെ കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. രാജസ്ഥാനിലെ കാലിബംഗൻ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്നതിൻ്റെ തെളിവായിട്ടാണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചത്. ജലസേചനത്തിനായി കനാലുകളെയും വെള്ളപ്പൊക്കത്തെയുമാണ് ഇവർ ആശ്രയിച്ചിരുന്നത്. ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ധാന്യപ്പുരകൾ ഇവരുടെ കാർഷിക ജീവിതത്തിൻ്റെ തെളിവായിട്ടും നമുക്ക് കാണാം. ഇപ്പോൾ ജലസേചനത്തിനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത് കനാലുകളും വെള്ളപ്പൊക്കത്തെയൊക്കെയാണ് ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ധാന്യപ്പുരകളുടെ അതായത് തെളിവുകളെല്ലാം നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി അവരെങ്ങനെയാണ് മൃഗപരിപാലനം നടത്തുന്നത് നോക്കാം. അപ്പോൾ ഓരോ ഹെഡിങ് കൊടുക്കണം, മൃഗപരിപാലനം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേണം ഇതിൻ്റെ പോയിന്റ്സ്, നമ്മൾ പറയുന്ന പോയിന്റ്സുകൾ എഴുതിയെടുക്കാൻ. ഹാരപ്പൻ ജനത പലതരത്തിലുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. അവരുടെ ഇണക്കി വളർത്തിയ മൃഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. കാള, ചെമ്മരിയാട്, കോലാട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെയാണ് അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഭാരം വഹിക്കുന്നതിനായിട്ട് കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ ഉപയോഗിച്ചു. മുതുകുയർന്ന കാള, ഹംഡ് ബൾക്ക് എന്ന് പറയും അല്ലേ, അതിനെയാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മൃഗമായിട്ട് അവർ കരുതിയിരുന്നത്. പല ഭാഗത്തു നിന്നും കണ്ടെത്തിയ വന്യമൃഗങ്ങളുടെ എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് മാൻ, ആന, കണ്ടാമൃഗം എന്നീ മൃഗങ്ങളെയും പരിചിതമായിരുന്നു എന്ന് കാണിക്കുന്നു. ആനയുടെയും കണ്ടാമൃഗത്തിൻ്റെയും കളിമൺ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് മൃഗപരിപാലനത്തെക്കുറിച്ചും മൃഗങ്ങൾ അവർ ഏതൊക്കെ മൃഗങ്ങളാണ് അവർ കൃഷി ചെയ്യുമ്പോഴും അല്ലാണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നതും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അവർ കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അതായത് അളവ് തൂക്കങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അളവ് തൂക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, കച്ചവടത്തിനും മറ്റ് വ്യാപാര പ്രവർത്തനങ്ങൾക്കുമൊക്കെ ആയിട്ട് ഇവർ ധാരാളം അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് തൂക്കക്കട്ടികളുണ്ടല്ലോ, അളവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തൂക്കക്കട്ടികൾ നമുക്ക് മോഹൻജദാരോയിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് വരുന്നത് കല്ല് കൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അത് നമ്മൾ നാലാമത്തെ, അതായത് ഫോർത്ത് ഹെഡിങ് കൊടുത്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് നോക്കിയിട്ട് ഉപകരണങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് വേണം അത് നമ്മൾ മനസ്സിലാക്കാൻ. കല്ല് കൊണ്ടും വെങ്കലം കൊണ്ടെല്ലാം നിർമ്മിച്ച ആയുധങ്ങളാണ് ഇവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വെങ്കലം കൊണ്ടുണ്ടാക്കിയ പ്രധാന ഉപകരണങ്ങൾ മഴു, അരിവാൾ, സൂചി, ആണി, അറക്കവാൾ, ചൂണ്ട, ക്ഷൗരക്കത്തി എന്നിവയായിരുന്നു. അതുകൂടാതെ വാള്, അമ്പ്, കുന്തം എന്നിവയും ഇവർ ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹായുധങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് അവരുടെ റിലീജിയസ് ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഹാരപ്പയിൽ കണ്ടെടുത്തിട്ടുള്ള മുദ്രകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ടെറാക്കോട്ട രൂപങ്ങളിൽ നിന്നുമാണ് അവരെ നിലനിന്ന മതത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അരക്കച്ചയും ചിത്രപ്പണികളുമുള്ള തലക്കെട്ടും പൂമാലയും അരഞ്ഞാണവും ധരിച്ച നിലയിൽ അർദ്ധനഗ്നയായ ഒരു സ്ത്രീ രൂപം ആലേഖനം ചെയ്യപ്പെട്ട ധാരാളം മുദ്രകൾ കണ്ടുകിട്ടിയതിൽ നിന്നും ആ രൂപം മാതൃദേവതയുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദേവതയുടെയോ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ ഭൂമി ദേവതയുടെ ആരാധനയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. കാലുകൾ അകറ്റി തല കീഴായി നിൽക്കുന്ന നഗ്നയായ സ്ത്രീ രൂപത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെടി വെളിയിൽ വരുന്ന ചിത്രവും ആലേഖനം ചെയ്യപ്പെട്ട മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മുദ്രയുടെ മറുവശത്ത് അരിവാൾ കയ്യിലേന്തിയ ഒരു മനുഷ്യൻ്റെയും മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് മറുവശത്ത് കാണിച്ചിരിക്കുന്ന ദേവതയെ പ്രസാദിപ്പിക്കുന്ന നരബലിയുടെ പ്രതീകമായി കണക്കാക്കാം. ശിവ ആരാധനയും സിന്ധു നദീ തീരത്ത് നിന്ന് ഉത്ഭവിച്ചതായിരിക്കണം എന്നാണ് അനുമാനം.
അങ്ങനെ 3 തലകളും 2 കൊമ്പുകളും വിപുലമായ ശിരോവസ്ത്രാലങ്കാരങ്ങളുമുള്ള മൃഗങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു മനുഷ്യരൂപമാണ് ഇവിടെ ഇതിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു രൂപം കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ശിവാരാധനയുടെ അനുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നീട് ഖാലിബംഗൻ, വനവാലി, ലോത്തൽ എന്നിവിടങ്ങളിൽ കാണുന്ന ഹോമകുണ്ടങ്ങൾ അഗ്നിയെ സംബന്ധിച്ച ആചാരങ്ങൾ അല്ലെങ്കിൽ അഗ്നിപൂജയെല്ലാം നടത്തിയതിൻ്റെ തെളിവായിട്ട് കണക്കാക്കാം. അതുകൂടാതെ മൃഗബലി നടത്തിയതിൻ്റെ തെളിവുകളും ജല ആരാധനയും ജലത്തിൻ്റെ ശുചീകരണ ശക്തിയുള്ള വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നതാണെന്നും ഇവിടെ കണ്ടുപിടിക്കപ്പെട്ട വലിയ സ്നാനഘട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സിന്ധുതട നിവാസികൾക്ക് മന്ത്രവാദത്തിലും ഭൂതപ്രതാദികളിലും കെട്ടുന്നതിലും അല്ലെങ്കിൽ രക്ഷ കെട്ടുന്നതിലും എല്ലാം വിശ്വാസമുള്ളവരായിരുന്നു. അവിടുത്തെ ശവകുടീരങ്ങളിൽ നിന്നും ലഭിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സിന്ധു തട നിവാസികൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരായി കരുതാം. ശവകുടീരങ്ങളിൽ കാണപ്പെട്ട വസ്തുക്കളിൽ ഭക്ഷ്യവസ്തുക്കളും പലതരം മൺപാത്രങ്ങളും താലങ്ങളും ചെമ്പുകൊണ്ടുള്ള കണ്ണാടികൾ, ആഭരണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഇവരുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെയാണ് അത് ഹാരപ്പൻ ജനത മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇവർക്ക് ആ ഒരു ആഭ്യന്തര വിദേശ വ്യാപാര ശൃംഖല സൃഷ്ടിച്ചിട്ടുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദൂര സ്ഥലങ്ങളിലുമായുള്ള വ്യാപാര ബന്ധം ഹാരപ്പൻ നാഗരികതയുടെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ വികസിത കാലഘട്ടത്തിൽ വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന സമയത്ത് ഐക്യരൂപമുള്ള അളവ് തൂക്കങ്ങൾ, കൈവേലിയുള്ള പ്രത്യേക പരിശീലനം, പ്രധാന പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന കൂറ്റൻ കലവറകൾ, സീലുകൾ, ലോതലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കപ്പൽ സങ്കേതം ഇവയെല്ലാം ഐശ്വര്യപൂർണ്ണമായ വ്യാപാരത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. കല്ല്, ലോഹം, ശംഖ്, ധാന്യം തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ഇവർ വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കൾ. നിർമ്മിത വസ്തുക്കളും ഭക്ഷ്യധാന്യവും പകരം നൽകി അയൽ പ്രദേശത്തു നിന്നും ലോഹം ഇവർ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗൻ, ലോതാൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇവരുടെ ലിപിയെക്കുറിച്ചിട്ട്, ഹാരപ്പൻ ലിപിയെക്കുറിച്ചിട്ട്. അതും കൂടി നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തീരും. ഹാരപ്പക്കാർക്ക് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. മുദ്രകളിലാണ് ഇവ നിലനിന്നിരുന്നത്. ചിത്രരൂപത്തിലുള്ളതായിരുന്നു ഈ എല്ലാ ലിപികളും. ഇവരുടെ എഴുത്ത് വലത്തു നിന്ന് ഇടത്തോട്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഈ എഴുത്തുവിദ്യ ഇതുവരെ വായിച്ചെടുക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. വേദിക് ഏജിനെ കുറിച്ചിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്.